ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും പള്ളികൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം. ഒരിക്കൽ കാസർഗോഡ് വന്നു. അദ്ദേഹത്തിന് വിരുന്നൊരുക്കിയത് കെ. എസ്. അബ്ദുള്ള സാഹിബാണ്. അപ്പോൾ നിവേദനങ്ങളൊക്കെ കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്തേക്ക് പലരും സമീപിച്ചു. ഇടയ്ക്ക് കെ. എസ്. അബ്ദുള്ള സാഹിബിനോട് ചോദിച്ചു, താങ്കൾക്കൊന്നും പറയാനില്ലേ, കാസർഗോഡ് വികസനവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ഒരാവശ്യമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അബ്ദുള്ള സാഹിബ് തീർച്ചയായും ഞങ്ങൾക്ക് ഗേൾസ് ഹൈസ്കൂൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചാക്രാമക്കുട്ടി പറഞ്ഞു, ഒരു കുഴപ്പമില്ല, 3 ഏക്കർ സ്ഥലം നൽകണം, ഒരു 25,000 ഉടൻ തന്നെ കെട്ടി. അതാണ് നമ്മുടെ ഇപ്പോൾ നേരത്തെ ഗേൾസ് ഹൈസ്കൂളിൻ്റെ സ്ഥലം. അങ്ങനെയാണ് അവർ ഗേൾസ് ഹൈസ്കൂൾ കാസർഗോഡ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള പല കഥകളും പല സംഭവങ്ങളും ഉൾപ്പെട്ടതാണ് കാസർഗോഡിൻ്റെ ചരിത്ര ഭൂമികയിലൂടെ എന്നുള്ള ആ പുസ്തകം. മറ്റൊന്ന്, അദ്ദേഹത്തെ അവസാനമായി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടതല്ല വേറൊരു കാര്യത്തിന് പോയത് ഞാനാണ്. അദ്ദേഹം ഒരു യാത്ര ചെയ്യുന്നതിന് മുമ്പായി വേറൊരു സംഘടന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അവസാനമായി അദ്ദേഹത്തിൻ്റെ കൊണ്ട് ഒരു ഒപ്പിടിച്ചാണ് തിരിച്ചു വന്നത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ കാസർഗോഡ് സാഹിത്യവേദിയുടെ ജനറൽ ബോഡിൻ്റെ അന്നാണ് എഴുത്തുകാരി മിനി സജിയുടെ ഒരു കുറിപ്പുമായി നിർത്താം. ഇബ്രാഹിം ചെർക്കളയുടെ സൃഷ്ടികൾ ജീവിതാവസ്ഥയുടെ മാറി മാറി വരുന്ന ഭാവപകർച്ചകളുടെ പ്രകാശനമാണ്. പ്രവാസ ജീവിതവും സ്വന്തം നാടിൻ്റെ വിശ്വാസങ്ങളും ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ രചനകളുടെ ഭംഗി. തനിക്ക് ചുറ്റുമുള്ള പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ എഴുത്തിൻ്റെ മാന്ത്രികത കൊണ്ട് വായനക്കാരുടെ സ്വന്തം അനുഭവങ്ങളാക്കി തീർക്കുന്ന ഇബ്രാഹിം ചെർക്കളയുടെ ധന്യമായ എഴുത്ത് ചാരുത കൗതുകം നിറഞ്ഞതാണ്. അതിമനോഹരമായ ആഖ്യാന ശൈലി കൊണ്ട് മലയാള സാഹിത്യത്തിൽ സമാന്തരമായ ഒരു പുതുവഴി തുറക്കാൻ ഇബ്രാഹിമിന് കഴിയും. ായ എഴുത്തുകാരൻ ഇബ്രാഹിം ചെർക്കളയുടെ 2ാം ചർമ്മവാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ പരിപാടിയിലാണ് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഒരുപക്ഷെ കാസർഗോഡിൻ്റെ നോവൽ എഴുത്തിൽ ഏറ്റവും കൂടുതൽ നോവലിൽ എഴുതിയ വ്യക്തി എഴുത്തുകാരൻ ഇബ്രാഹിം ചെർക്കളയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഏതൊരാളിനെയും ഒരിക്കൽ കണ്ടാൽ അദ്ദേഹത്തെ തന്നിലേക്ക് ആകർഷിച്ചെടുക്കുന്ന ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ഇബ്രാഹിം ചെർക്കള എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഒത്തുചേർന്ന് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഖേദകരം തന്നെയാണ്, അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. എങ്കിലും അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ആരും അംഗീകരിച്ചില്ല എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ തന്നെ ഇവിടെ എത്താതിരുന്നത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്.
അനുസ്മരണ പ്രഭാഷണം എന്ന് വെച്ചാൽ ഒരാൾ ഏതെങ്കിലും ഒരു ഗസ്റ്റ് വന്ന് സംസാരിക്കുകയെ നാം കണ്ടിരുന്നത്. എന്നാൽ ഇബ്രാഹിം ചെർക്കള, നമ്മളിൽ ഒരാളായ ഇബ്രാഹിം ചെർക്കളയുടെ അനുസ്മരണം നടത്തുവാൻ ഞങ്ങൾ ആരെയും അങ്ങനെ കരുതിയില്ല, കൊണ്ടുവന്നില്ല. കാരണം നമ്മൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞ് ഒത്തുചേർന്ന് സംഭവങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് പിരിയായെന്ന ഉദ്ദേശമായിരുന്നു ഞങ്ങൾക്കുള്ളത്. അധ്യക്ഷൻ ബാലകൃഷ്ണൻ ചെറുക്കള മാഷാണ് നടത്തുന്നത്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് AS മുഹമ്മദ് കുഞ്ഞാണ്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും അനുസ്മരണം പങ്കുവെക്കുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ കൂടുതലൊന്നും ഇവിടെ വിശദീകരിക്കാനോ സംസാരിക്കുവാനോ ഞാൻ തയ്യാറല്ല. സംസാരിക്കണമെങ്കിൽ എപ്പോഴും ഒരുമിച്ച് കാലങ്ങളായി ഒരുമിച്ച് നടക്കുകയും ഒരുമിച്ച് സഞ്ചരിക്കുകയും ചെയ്യുന്ന ഞാൻ തന്നെയാണ് അത് പറയുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് വേളയിലും എന്നെ ക്ഷണിച്ചിരുന്നു. പക്ഷേ ഞാൻ പോയില്ല. കാരണം ആ സമയത്താണ് എൻ്റെ ഉമ്മാക്ക് സുഖമില്ലാതെ ആശുപത്രികളിൽ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. എങ്കിലും അദ്ദേഹം ഡൽഹിയിൽ വെച്ചിട്ടും അജ്മീറിൽ വെച്ചിട്ടും തിരിച്ചു വരുമ്പോഴും ദിവസേന എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അവസാനമായി ഗോവയിൽ വെച്ച് വിളിച്ചു പറഞ്ഞു, നാളെ ഞാൻ രാവിലെ കാസർഗോഡ് എത്തും, ഏതായാലും ഒരു റെസ്റ്റ് എടുത്തിട്ട് മറ്റന്നാൾ നമുക്ക് കാണാൻ തന്നെയാണ്. ആ യാത്രയുടെ അനുഭവങ്ങളും കഥകളും അദ്ദേഹത്തിന് എഴുതാനും എന്നോട് പറയാനും സാധിച്ചില്ല എന്നത് വിഷമമായ ഒരു വസ്തുതയാണ്. അദ്ദേഹത്തിന് പരലോക ജീവിതം സന്തോഷത്തിലാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ കൂടുതലൊന്നും ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുവാൻ വേണ്ടി സംസ്കൃതിയുടെ വൈസ് പ്രസിഡന്റ് AS മുഹമ്മദ് കുഞ്ഞിയെ സ്വാഗതം ചെയ്യുന്നു. വിപുലമായി ശ്രമിക്കുന്നു, ആദരവുകൾ ശ്രമിക്കുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ നമ്മളെപ്പോഴും വിളിച്ച് അങ്ങനെ കൈയിട്ടുകൊണ്ട് നടക്കുന്ന നമ്മളിവിടെ പോകുമ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതെന്ന് അറിയിക്കുക അല്ലാതെ അതിനപ്പുറം ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നതാണ് എൻ്റെ അവിടെ. അതൊക്കെ അങ്ങനെയാണ്, നമ്മളൊക്കെ അങ്ങനെയാണ്. എത്ര പെട്ടെന്ന് മറക്കാനായിട്ട് നമ്മുടേതായ ജീവിത വ്യതകളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത തിരക്കുകളിൽ ഒഴുകുമ്പോൾ നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ചെറുതായി എൻ്റെതായ കാര്യങ്ങൾ നമുക്ക് തന്നെ ആയിരുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇബ്രാഹിം ചെറുക്കളെ നമ്മൾ വിട്ടുപോയ അദ്ദേഹം അന്നൊരു ദിവസം നമ്മുടെ സാഹിത്യവേദിയുടെ ജനറൽ ബോഡി യോഗം ചേരുകയാണ്. അവിടെ ആ ദിവസം അദ്ദേഹം മംഗലാപുരത്ത് വെന്റിലേറ്ററിലാണ്. അതിനപ്പുറം പറയണമെന്നില്ല ഒരാളുടെ, അതായത് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെ ഇടയിലുള്ള ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ വെന്റിലേറ്റർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു വെന്റിലേറ്ററിലായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ ന്യൂസിൽ നമുക്ക് ഞാൻ ആ യോഗത്തിൽ സാഹിത്യവേദിയുടെ ജനറൽ ബോഡി ഞാൻ ഉണ്ടായി ഒരു ഓർമ്മയില്ലാതെ പെട്ടെന്ന് ഓർമ്മ. ഞാൻ ഗൾഫിലൊക്കെ ഒരു വലിയ പ്രവാസ ജീവിതമൊക്കെ നയിച്ച് തിരിച്ചു വരികയാണ്. ഈ ലോകത്തുമായിട്ടുള്ള ചെറിയ ബന്ധങ്ങളൊക്കെ അറ്റുപോയ ഒരവസ്ഥയിൽ ഞാൻ തിരിച്ചു വരും. അങ്ങനെ വന്ന സമയത്ത് രാഘവമാഷ ദിവസം ഒരു സുഹൃത്തുമായി വന്ന് എന്നോട് ചോദിക്കുന്നു, ഈ മനുഷ്യനെ എനിക്കറിയുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു വ്യത്യാസങ്ങൾ രണ്ടുപേരും പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെ ബാലശ്രമമായിരുന്നു അത്. അദ്ദേഹം എഴുതുന്നവരെയും വല്ലാതെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഇവരെ കേരളത്തിൽ ഒരുപാട് സംഘർഷങ്ങൾ നടത്തിയിട്ടുണ്ട്. പല മഹാന്മാരുടെ ഞാനൊരു സാഹിത്യകാരനെ കണ്ടിട്ടില്ല എന്നതാണ്. കാസർഗോഡ് വന്നവരെ ചിലരെ കണ്ടിട്ടുണ്ടാവുമെന്ന് മാത്രം. അല്ലാതെ ഞാൻ ആരുടെയും വീട്ടിലോ അല്ലെങ്കിൽ സാഹിത്യകാരനെ അന്വേഷിച്ച് അങ്ങോട്ട് പോയി കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഇവരങ്ങനെയല്ല. ഇബ്രാഹിം ചെറുക്കള എന്ന് പറഞ്ഞാൽ എല്ലാ ജനത്തിനും ഗവൺമെൻറ്റുകാരുടെ വീടുകളൊക്കെ ഇവർ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവരുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് അത്രത്തോളം അക്ഷരങ്ങളെ സ്നേഹിച്ചു, അക്ഷരങ്ങൾ അതുമായി ബന്ധപ്പെടുന്നവരെ കലാകാരന്മാരും സ്നേഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കലാഹൃദയം എന്ന് പറയുന്നത് വളരെ നൈർമല്യമേറിയ ഒരു ഹൃദയം. ഇവിടെ ഞാൻ സംസാരിക്കുമ്പോൾ വളരെ ഞാൻ സൂക്ഷിക്കാറുണ്ട്. കാരണം എന്താ പറയുക, നമ്മൾ പറയുന്നത് ഇതോ ഒരു വാക്കുകൾ അല്പം കടുത്തു പോയാൽ ഇവരുടെയൊക്കെ മുഖം നമ്മൾ വാടിപ്പോകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം നിന്ന് പരിസ്ഥിതി യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള ഒരു ഇതെന്തോ കൈവന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പലപ്പോഴും നമ്മുടെ സാഹിത്യക്കാർ പ്രത്യേകം അങ്ങനെയാണല്ലോ. അത് പലപ്പോഴും ഇതൊന്നും സാധ്യമാകാറില്ല. അതൊരാളായിരുന്നു ഇബ്രാഹിം ചെറുക്കള. അദ്ദേഹത്തിൻ്റെ മനസ്സ് വേഗം പാടിപ്പോകും.
ഒന്നും കുറേ സമയമൊന്നും കിട്ടില്ല. അപ്പോൾ വിഷമമുണ്ടാകും. പക്ഷെ അത് ഇങ്ങനെ പോകും എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അതാണ് ഒരു വലിയ ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ അഗാധതകളിലൂടെ ഈ യാത്ര നടത്തി തിരിച്ചു വരുന്ന ഒരു പ്രതീതിയോ അല്ലാതെ അദ്ദേഹം എഴുതിയത് ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ഈ കഥ കുറച്ചും കൂടി സമയം എടുത്ത് എഴുതി അല്ലെങ്കിൽ ഒരു മാനസികമായ ഒരു തലത്തിലേക്ക് അത് കടന്നിട്ടുണ്ട്. എൻ്റെ മറ്റു കഥകളും വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ മുൻതാസുകളെ വായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ കഥ അത് മനുഷ്യ മനസ്സിൻ്റെ ആ ഒരു ഇതിനെക്കുറിച്ച് വളരെ അഗാധമായി ടച്ച് ചെയ്ത് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട കഥ തന്നെയാണെന്ന് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഈ ആദ്യം വെള്ളത്തിന് വേണ്ടിയായിരുന്നു. അയാൾ ഇങ്ങനെ കാട്ടിലൂടെ പോയി വെള്ളം അന്വേഷിച്ച് വലിയൊരു തടാകം കണ്ടെത്തി. ആ തടാകത്തിലേക്ക് വെള്ളത്തിലേക്ക് എടുക്കാൻ പോകുമ്പോൾ അവിടെ ഒരു അശ്ലീലുണ്ടാവും, ഒരു ശബ്ദം. ഇവിടെ നിന്ന് വെള്ളം എടുക്കാൻ പാടില്ല. ജ്യേഷ്ഠന്മാരവിടെ ദാഹിച്ചു പറയുന്നുണ്ട്. ഇദ്ദേഹം അന്ന് കേൾക്കാതെ വെള്ളമെടുക്കാൻ പോവുകയും അവിടെ മരിച്ചു വിടുകയും ചെയ്തു. കുറേ കഴിഞ്ഞ് ഇവരെ കാണാതിരിക്കുമ്പോൾ അയാൾ നഗരനായിരുന്നു. നഗരനും ഇതുപോലെ അന്വേഷിച്ചെടുത്ത് ഇതേ സ്ഥലത്തെത്തുകയും ഇതേ ശബ്ദം അയാൾ കേൾക്കുകയും ആ ശബ്ദത്തെ അനുസരിക്കാതെ വെള്ളമെടുക്കാൻ പോവുകയും അയാൾ മരിച്ചു വിടും. അതിനുശേഷം അർജുനൻ പോകുന്നു. അർജുനനും ഇതന്നെ സംഭവിക്കുന്നു. ഭീമൻ പോകുന്നു. ഭീമനും ഇതന്നെ സംഭവിക്കുന്നു. അനുജന്മാരെ കാണാതെ വേവലാതിപ്പെട്ടിട്ട് യുധിഷ്ഠിരനും നടന്നു പോകും. കാട്ടിൽ ഭീമനും അർജുനനും ഇല്ലാതെ കഴിഞ്ഞാൽ അയാൾക്ക് ജീവിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം മരിച്ചു കിടക്കുന്ന അനുജന്മാർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം എടുക്കാൻ പോകുമ്പോൾ വീണ്ടും ശബ്ദം കേൾക്കുന്നു. നിങ്ങൾ വെള്ളമെടുക്കാൻ പാടില്ല. ഞാൻ ചോദിക്കുന്ന 5 ചോദ്യങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു വരും. ഉത്തരം പറഞ്ഞാൽ നിങ്ങളുടെ അന്യന്മാരെ മനുഷ്യൻ തൻ്റെ മരണം അവസാനം ഉണ്ട് എന്നറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒരു ബോധവാനുമില്ലാതെ ഒരു ബോധവുമില്ലാതെ അവൻ ജീവിച്ചു പോകുന്നു. അവൻ്റെ തനതായിട്ടുള്ള സ്വഭാവം എടുത്തുകൊണ്ട് മരണത്തെ അറിയാം. മരണമുണ്ട്, നമുക്ക് ഒന്നിച്ചു തന്നെ പോകുന്ന മരണം. ജീവിച്ചിരിക്കുമ്പോൾ ഒന്നിച്ചു പോകുന്ന മരണമാണ്. അത് ഉറപ്പാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മളെ കയ്യെത്തില്ല. പക്ഷേ ഓർക്കുമ്പോൾ ഒന്നിച്ചിരിക്കാൻ വരെ സാവകാശം കാണിക്കാതെ ബോധവാനല്ലാതെ അവരവരുടെ ജോലിയിലാണ് ഓരോരുത്തരും. അത് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു സംഗീതമാണ്. നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല. അത് നിങ്ങളായാലും ഞാനായാലും നമ്മൾ ഓരോരുത്തരുമായാലും അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇബ്രാഹിമിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അത് എന്തിനാണ് നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? എന്തിനാണ് അനുസ്മരിക്കുന്നത്? ഒരു സ്നേഹം പങ്കിടുന്നതാണോ അത്? സ്നേഹം പങ്കിടാൻ ആളില്ല ഇവിടെ. പക്ഷേ നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയാണോ അത്? ആരുടെ സംതൃപ്തിക്ക് വേണ്ടിയാണ് ഈ അനുസ്മരണം? മരിച്ച ആളുടേതാണോ അല്ല ജീവിച്ചിരിക്കുന്നവരുടേതാണോ? അല്ല നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എനിക്ക് തോന്നുന്നത് മരിച്ച ആളെ അനുസ്മരിക്കുന്നത് ആ മരിച്ച ആളുടെ സ്വഭാവ വിശേഷങ്ങൾ ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുകയും നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഫലവത്താക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് തിരിച്ചറിയുകയും ചർച്ച ചെയ്യുകയും സ്വയം ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അനുസ്മരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വെറുതെ ഇപ്പോൾ ആക്ടിവ് ലൈബ്രറി കൗൺസിലിലെ കുറേ പേര് അനുസ്മരിക്കുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ വിമർശനം എപ്പിസ്റ്റ് നടക്കുന്നത് ചർച്ചയിൽ? അവിടെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയുടെ പേര് ഇപ്പോൾ ഓർമ്മയുണ്ട്, ബാബു എന്നാണ്. നിങ്ങൾക്കറിയാം ബാബു? നിങ്ങളപ്പുറം ആ ഭാഗത്ത് എസ് എന്താണ് ദളിതൻ ഓടാപ്പുഴയുടെ ചെറിയ വീട്, അച്ഛനുണ്ടാവില്ല അമ്മയുണ്ടാവില്ല, പഠിപ്പോഴുണ്ടാവും. ഈ കുട്ടീനെ ഞങ്ങൾ കുറച്ചാൾക്കാർ പോയി പിടിച്ച് ഈ കഴുത്തിൽ മാലയിട്ട് ഡബ്ബിയെല്ലാം കെട്ടി ചെണ്ടേനെ ഓടിച്ച് സ്കൂളിൽ കൊണ്ടുപോകും. ഇപ്പോഴത്താണെങ്കിൽ ആ മാഷെ നമ്മൾ അടിക്കും, സ്വാഭാവികം. ഇതിന് പേര് മോസ്കോ കേസെടുക്കില്ലായിരുന്നു.
പക്ഷെ അത് അറിയില്ല, നമ്മൾ ത്രില്ലാണ് ഇന്നാളെ കത്ത് വരും. അപ്പോൾ ഈ കത്തുകളെ സ്നേഹിക്കുക, കത്ത് എഴുതാൻ വേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥയിലെത്തുക, എന്നിട്ട് കത്തെഴുതാൻ വേണ്ടിയിട്ട് അവരെഴുതിയ കഥകളും കത്തുകളും മറ്റും വായിക്കുക. അങ്ങനെയാണ് ഇബ്രാഹിം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വായിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ പൂമ്പാറ്റയും ബാലരമയും ഒക്കെ വായിച്ചത് അങ്ങനെ തുടങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിഷമിച്ച ഒരു പുസ്തകമാണ് ഇബ്രാഹിം ചക്രയുടെ പ്രവാസം കാലം ഓർമ്മ. ഞാൻ നോവലിനെ കുറിച്ചും കഥയെക്കുറിച്ചും നല്ല പറയുന്നത്. ബെന്യാമിൻ്റെ ആടുജീവിതം നോവലിൽ നമ്മൾ വായിച്ചതാണ്. ആ വായന നമ്മൾ അനുഭവിച്ചത് ആ ഭാഷയുടെ വാക്കുകളും അക്ഷരങ്ങളും കൊണ്ട് മാത്രമല്ല, അതിൽ ഇമേഴ്സ് ചെയ്തിട്ടുള്ള ലയിപ്പിച്ചിട്ടുള്ള വികാരം കൊണ്ടാണ്. വൈകാരികാവസ്ഥയാണ്. ഭാഷയ്ക്ക് ശക്തി ഉണ്ടാകുന്നത്, ചിന്തയ്ക്ക് ശക്തി ഉണ്ടാകുന്നത്, ചിന്തയ്ക്ക് പ്രാബല്യം ഉണ്ടാകുന്ന പ്രാവർത്തികമാകുന്നതും ആ ചിന്തയ്ക്ക് വികാരം ചേർക്കുമ്പോഴാണ്. തിരിച്ചുമായും അതിന് ഇന്ദ്രൻ ചേർക്കുന്നത്. അതുപോലെ നമ്മുടെ ചിന്ത പ്രാവർത്തികമാകണമെങ്കിൽ അതിന് വൈകാരിക അവസ്ഥ ഉണ്ടാകണം. അല്ലാതെ വെറുതെ നിങ്ങൾ എഴുതിയതുകൊണ്ട് ആരും വായിക്കുകയോ ആരും വിഷമിക്കുകയോ ആരും കരയുകയോ ആരും ചിരിക്കുകയില്ല. അപ്പോൾ അതിൽ വൈകാരിക അവസ്ഥ ചേർക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ നമ്മുടെ ഫീലിംഗ് ആയിട്ട് തോന്നുന്നത്. അത് എന്താണ് മനസ്സിനെ കലുഷമാക്കിയതായിട്ട് തോന്നിയത് ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, ഗൾഫിൽ പോയി അവിടെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ആ ബുദ്ധിമുട്ട് വെറുതെ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോയതല്ല, ആ ഭാഷയുടെ വൈകാരികാവസ്ഥ കൊണ്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചിരുന്നു. ഇപ്പം ആടുജീവിത നോവൽ വായിച്ച് നമ്മളെ കരഞ്ഞു കൊടുത്തു. പക്ഷെ ഇതിൽ പല സംഭവങ്ങളും ഇപ്പം വേറെ കാര്യം, നമ്മുടെ മുഹമ്മദ് കുട്ടിയാനവും ഇബ്രാഹിം ചക്രയും ഒരേ തൂവൽ പക്ഷികളാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഇബ്രാഹിം നമ്മുടെ കുട്ടിയ പക്ഷേ പോയിട്ട് വളരെ നല്ല ജോലിയായിരുന്നു. അദ്ദേഹം ബുദ്ധിമുട്ടിയപ്പോൾ ആ കുവൈറ്റ് യുദ്ധം കഴിഞ്ഞ മാത്രമാണ്. പക്ഷെ ഇബ്രാഹിം അതല്ല. ഇബ്രാഹിം പോയപ്പോൾ തൊട്ട് തന്നെ ബുദ്ധിമുട്ടിലായിരുന്നു. പോയിട്ട് 2 മാസം കഴിയുമ്പോൾ തന്നെ തിരിച്ചു വന്നു വയറുവേദന. അപ്പം വയറുവേദന വീട്ടിൽ നിന്ന് മാനസിക സംഘർഷം. രവീന്ദ്ര പാടിയും അതുപോലുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അല്ലേ? അതാണ്. അപ്പോൾ ആ സംഘർഷം നമുക്കറിയില്ല, ചിലപ്പോൾ രവീന്ദ്രനറിയാം. അപ്പം ആ സംഘർഷം ആ ഭാഷയിലൂടെ എത്ര മനോഹരമായിട്ട് നമുക്കല്ല. അതാണ് അതിൻ്റെ എന്താണ് എസ്തെറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ സൗന്ദര്യാത്മകത വെറുതെ വേവലാകുന്നത് കരഞ്ഞുകൊണ്ടല്ല, പക്ഷെ ആ ഭാഷയിലുള്ള അതിന് ആ വാക്ചിത്രം ഉണ്ടാക്കിയിട്ട് നമ്മളെ അതിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സംഭവം. അത് നിങ്ങൾ വായിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങൾ വായിക്കണം എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തോട് നമുക്ക് ചെയ്യാൻ കാലഘട്ടത്തിൽ ഇബ്രാഹിമിനെ വലിയ ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ട് ഇബ്രാഹിമിനെ വളരെ ഇഷ്ടമായിരുന്ന അധ്യാപകർക്ക് എന്താ പറയുക, പ്രൈമറി സ്കൂളിലെയും ഹൈസ്കൂളുകളിൽ. അപ്പോൾ അദ്ദേഹം പറയാനുണ്ട്, ഹൈസ്കൂളിൽ ജയത്തിൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പക്ഷേ ഇബ്രാഹിമിന് വലിയ വിദ്യാഭ്യാസമില്ല. വിദ്യാഭ്യാസം എഴുത്തിനുള്ള വലിയ തടസ്സം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. വലിയ വിദ്യാഭ്യാസം ആയില്ല. വൈക്കം മുഹമ്മദ് ബഷീർ ഔദ്യോഗിക വിദ്യാഭ്യാസമില്ല. പക്ഷേ അനുഭവം ആണ് ബഷീറിനെ എന്താക്കിയത്, വലിയ ലോക പ്രശസ്തനായ എഴുത്തുകാരനാക്കിയത്. നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല, ഫിലോസഫറാക്കിയത്. അതുപോലെ തന്നെ ഇബ്രാഹിം വൈക്കം മുഹമ്മദ് ബഷീറിനെ കമ്പയർ ചെയ്യുന്ന വേണ്ട. എങ്കിലും ഇബ്രാഹിമിന് അത്രത്തോളം വിദ്യാഭ്യാസം ഉണ്ടായില്ല. ഇബ്രാഹിമിൻ്റെ അനുഭവങ്ങൾ ഏറ്റവും ഫലവത്തായിട്ട് പുസ്തകത്തിലൂടെ എഴുത്തിലൂടെ എഴുതി തടഞ്ഞിട്ടു എന്ന് ഓർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വെച്ചാൽ ഇതൊക്കെയാണ് ഇബ്രാഹിം നമ്മൾ ഉൾക്കൊള്ളേണ്ടതെന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ എഴുത്തിനോടുള്ള ആത്മാർത്ഥത, സഹജീവിയോടുള്ള സ്നേഹം, ഇതൊക്കെയാണ് നമുക്ക് ഇബ്രാഹിമിനെ മനസ്സിലാക്കേണ്ടതും അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതും. നമ്മുടെ സങ്കുചിത മനസ്ഥിതിയെ മാറ്റിക്കൊണ്ട് ലിബറലായിട്ട് മനുഷ്യന്റെ മാനസികാവസ്ഥ മാത്രമല്ല, മാനുഷികത, മനുഷ്യന്റെ ആഗോളവൽക്കരണം, സ്നേഹത്തിന്റെ ആഗോളവൽക്കരണം എന്ന് പറയാം. അത് ഉൾക്കൊണ്ട മനുഷ്യനാണ്. അതിനൊരു കാരണമുണ്ട്. ഇബ്രാഹിമിൻ്റെ പിതാവ് വടകര കോഴിക്കോട് ഭാഗത്തായിരുന്നു കോൺട്രാക്ട് കരാർ. അപ്പോൾ ഞങ്ങൾക്ക് തെക്കുള്ള സ്കൂൾ പഠിച്ചാണ് ഇപ്പോൾ
മാഷ് പറഞ്ഞു ഈ അവധി സമയത്ത് മൂപ്പർ അവിടെ പിതാവിൻ്റെ കരാർ സ്ഥലത്ത് പോകും. അവിടെയൊക്കെ ശുദ്ധ മലയാളമാണ്. അപ്പം അന്ന് ഒരു രസകരമായൊരു വാക്കുണ്ട്. ഇബ്രാഹിം അവിടെ പിതാവിൻ്റെ അടുത്ത് പോയി വന്നപ്പോൾ ചോദിച്ച ഒരാൾ നീ എപ്പോഴെപ്പോഴും ഞാൻ വന്നത് ചോദിച്ചു. ഇബ്രാഹിം പറഞ്ഞു ഇന്നലെയാണ് പോകുന്നത്. അപ്പം അങ്ങോട്ട് പറഞ്ഞ് പോയതില്ല, വന്നത് എപ്പോഴാണ് ചോദിച്ചത്. അപ്പം ചെറിയ പ്രായത്തിൽ തന്നെ ഇബ്രാഹിം ഏറ്റവും മുൻ MLA പി അബ്ദുറഹ്മാൻ സാഹിബാണ്. ഈ കാസർഗോഡ് വെച്ച് ഏറ്റവും ശുദ്ധമായ മലയാളത്തിൽ സംസാരിക്കുന്ന ഒരു MLA കൂടിയായിരുന്നു പി അബ്ദുറഹ്മാൻ സാഹിബ്. അങ്ങനെയാണ് ഇബ്രാഹിം ഒരുപാട് എഴുതി, ഒരുപാട് പുസ്തകങ്ങൾ. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ പുസ്തകം ഉറയൂരുന്ന പകലുകൾ എന്നതാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ നിങ്ങൾ കയ്യിലുണ്ടോ എന്നറിയില്ല. ഉറയൂരുന്ന പകലുകൾ. അപ്പം അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ തനി നാടനായി ജീവിക്കുകയും ആ മെലിഞ്ഞ മനസ്സിൻ്റെ ഉള്ളിൽ വലിയ ഒരു ഹൃദയമുണ്ടായിരുന്നു. ആ ഹൃദയത്തെ നമുക്ക് പറയാം. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും ഇബ്രാഹിമിനെ പുറത്ത് കാണില്ല. ഒരു മനുഷ്യനെ എഴുതുക്കാനാണെങ്കിൽ അത്തരമൊരു ചിന്തയിലേക്ക് പോകണമെങ്കിൽ മനസ്സിൽ നീറുന്ന അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നീറുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുക സാധാരണ. ഇബ്രാഹിം സമയത്തോളം വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഏകദേശം ചെറിയ ഞങ്ങളൊന്നോ 2 വയസ്സ് ഇളമയായിരിക്കുന്ന സമയത്താണ് ഇബ്രാഹിമിൻ്റെയും പിതാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അനുജൻ ഇളയപ്പയുടെയും 3 മക്കൾ ഒന്നിച്ച് ഇപ്പോൾ പൊടിപ്പള്ളം എന്ന് പറയുന്ന നാടുണ്ടല്ലോ, അവിടെ ഒരു പള്ളം ഉണ്ടായിരുന്നു വെള്ളത്തിൽ. ആ വെള്ളത്തിൽ വേണ്ടി ഒന്നിച്ച് 3 കുട്ടികൾ മരണപ്പെട്ടിരുന്നു. അത് ഇബ്രാഹിമിൻ്റെ ഒരു അനുജനാണോ അല്ലെങ്കിൽ മറ്റേ ഇളയപ്പാൻ രണ്ടാളോ, മൊത്തത്തിൽ 3 എൻ്റെ ഓർമ്മ ശരിയാണ്. ഒരു പക്ഷേ ആ മരണം വലിയ ഒരു ഷോക്ക് ഇബ്രാഹിമിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ പല എഴുത്തുകാരുടെയും പിൽക്കാല ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ കൊണ്ടാണ് ആ മനസ്സിനെ പാകപ്പെടുന്നത്. എഴുതാൻ വേണ്ടി എഴുതുന്ന ഇക്കാലത്തെ കഥയെല്ലാം സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വാട്സപ്പിൽ എഴുതിയിട്ടുണ്ട്, മറ്റന്നാൾ ഞാൻ വരും, നാം തമ്മിൽ സംസാരിച്ച കാര്യം നേരിട്ട് കാര്യങ്ങൾ പറയാമെന്ന് 19-ാം തീയതി ജൂലൈ 19, 2022 എൻ്റെ വാട്സപ്പിലുണ്ട്. അത് ഞാൻ പലപ്പോഴും ഇബ്രാഹിമിന് ഇത്ര പുസ്തകം ഇറങ്ങി, ഇബ്രാഹിം ഇവിടെയൊക്കെ പോയി, എല്ലാം ഇങ്ങനെ എൻ്റെ മനസ്സിലല്ല, ഇതിൽ ഈ വാട്സപ്പാകുന്ന മനസ്സിനെ പിന്നിൽ ഇങ്ങനെ ഞാൻ നോക്കിയതാണ് കുറേ ദിവസങ്ങൾ പിറകിലേക്കുണ്ട്. അപ്പം അങ്ങനെ ഒരു ബന്ധമായിരുന്നു. ഞങ്ങളൊക്കെ വളരെ എൻ്റെ വീടിൻ്റെ 4ാമത്തെ വീടാണ്, 3ാമത്തെ വീടാണ് ഇബ്രാഹിമിൻ്റെ വീട്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പേര് പറയുമ്പോൾ മനസ്സിനൊരു നൊമ്പരമുണ്ടാകും. നമുക്കൊക്കെ ഏറ്റവും അടുത്ത ആളുകൾ മരണപ്പെട്ടത്, നമുക്ക് ഒരുപാട് മരണങ്ങൾ. ഇതിപ്പോൾ മരണത്തിൻ്റെ തേരോട്ടമാണ്. കളിച്ച് ഇരിക്കുമ്പോൾ മരിച്ചു പോവുക, സൈക്കിൾ ചേട്ടുമ്പോൾ മരിച്ചു പോവുക. അപ്പോൾ എൻ്റെ പിതാവ് പണ്ട് പറയാറുണ്ട്, ഈ തെങ്ങിനെ രൂപിച്ചുകൊണ്ട് പറയാറുണ്ട്, ബന്നനെയും വെളിച്ചിലൊക്കെ വീട് തീർന്ന് ായ ആളുകൾ എത്രയോ ആളുകൾ മരിച്ചു പോകുന്നുണ്ട്. നമ്മുടെ ദൈവം കാക്കട്ടെ. നിർത്തുന്നു. വലിയൊരു ബന്ധം നമ്മൾ അന്ന് ഞങ്ങൾ ഒരു കയ്യേറ്റ് ക്ലാസ്സിൽ ആക്കിയിട്ടുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ഓർമ്മകളുണ്ട്. അപ്പോൾ ഇബ്രാഹിമിനെ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പല വഴികളിലേക്ക് പിരിഞ്ഞെങ്കിലും ഇബ്രാഹിം ബാക്കി വെച്ച് പോയ ഒരുപാട് കാര്യങ്ങൾ അത് നമ്മുടെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നീലേശ്വരത്തിനാണ് ഞാൻ വരുന്നത്. എനിക്ക് ഏറ്റവും സങ്കടം എന്ന് വെച്ചാൽ ഞാൻ നീലേശ്വരത്തെ 1:15 മണിക്ക് ബസ് കയറിയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എൻ്റെ സങ്കടം എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തിന് പോലും ആൾക്കാർ വരാതിരിക്കുകയും എന്നെ കാസർഗോഡേക്ക് വലിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു ബന്ധമുണ്ട് ഈ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും. അതൊക്കെ ഇല്ലാതായി പോകുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. സംഭവങ്ങളേറെയുണ്ടായിരുന്നിരിക്കാം ഹൃത്തടത്തിനകക്കമ്പിൽ തിളച്ചു മറിഞ്ഞിരിക്കാം
കുത്തുവാക്കിൻ സരസയ്യയിൽ ഉത്തരായനം കാത്തു കിടന്നതെത്ര നാൾ ഇല്ല ഉണ്ടായതില്ല ഒരു നേർത്ത സ്വാന്തന കരസ്പർശം പോലും ഉണ്ടായതില്ല ഒരു നേർത്ത സ്വാന്തന കരസ്പർശം പോലും. നമ്മൾ പലപ്പോഴും ജീവിച്ചിരിക്കുമ്പോഴും നമ്മൾ ആരെയും ബഹുമാനിക്കുന്നത് അത് മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണെന്ന് എനിക്ക് തോന്നുന്നു. കർണാടകത്തില് ഈ മനുഷ്യനെ അവഹേളിക്കുന്നതാണെങ്കിലും അവര് മറ്റുള്ളവരെ ബഹുമാനിക്കാനും ഒക്കെ നമ്മളെക്കാളും ഒരുപടി മുമ്പിലാണ്. നമ്മൾ ഇപ്പോഴും ഈ എഴുത്തുകാരെയും ഒക്കെ വേണ്ട പോലെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് ഇബ്രാഹിമിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു, അങ്ങനെ തന്നെയാണ്. പലപ്പോഴും നമ്മൾ വേണ്ട സമയത്ത് ഈ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് നമ്മൾ മരിച്ചതിന് ശേഷം മാത്രമാണ്. പക്ഷെ അതൊരു മരണത്തിന്റെ വാക്കല്ല. നമുക്ക് ആരെയും ആദരിക്കാം, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൈകൂപ്പി ആദരിക്കാം. ആദരാഞ്ജലി എന്ന വാക്കിന്റെ ഒരു കഷ്ടകാലം നോക്കണം. മരിച്ചാൽ മാത്രമേ ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഈ ആദരാഞ്ജലികൾക്ക് ഇങ്ങനെ ഒരു ദുര്യോഗം വന്നത് നമ്മളെ കൊണ്ടാണ്, അത് വാട്സപ്പ് കൊണ്ടാണ്. ഏതായാലും ഇബ്രാഹിമിനെ ഓർക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകട്ടെ. എനിക്ക് ഇനി ഇബ്രാഹിമിന്റെ കാസർഗോഡ് ഏത് പരിപാടിയായാലും എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല. കാരണം അത് കാസർഗോഡ് വരുമ്പോഴാണ് നമുക്ക് എല്ലാവരെയും കാണാൻ, സുഹൃത്തുക്കളെ കാണാം. അപ്പോൾ നമ്മൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളിലേക്ക് ഒരുപാട് സംഭവങ്ങൾ കടന്നു വരികയും ഒരുപാട് പേരെ ഓർക്കാനും നമുക്ക് കഴിയും. അങ്ങനെ ഒരുപാട് പേർ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ശിഷ്ടമാണെങ്കിലും ഇങ്ങനെ ആകരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഓർമ്മകൾക്ക് മുമ്പിൽ വീണ്ടും ആദരാഞ്ജലി ഞാൻ പറയട്ടെ. ഓർമ്മകൾ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാളുകളിൽ നമ്മളെയും സ്മരിക്കപ്പെടേണ്ടത് ഇതാണെന്നുള്ള ബോധ്യമം നാം ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ ശുദ്ധമായതാണെങ്കിലും ഈ കൂട്ടായ്മയിൽ അദ്ദേഹം എഴുതിയ അക്ഷരങ്ങളിലൂടെ, കഥയിലൂടെ ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയും അക്ഷരങ്ങളിലേക്കും നമുക്ക് തിരിച്ചു വരാമെങ്കിലും ഏത് കാര്യവും കൃത്യമായി അവർ ചെയ്യുന്നത് പോലെ അവർക്ക് പല അത്ഭുത ലോകങ്ങളുടെയും കഥകൾ അറിയാം. അറബി മലയാള സബീന പാട്ടുകളിൽ വിഭിന്നമായ പ്രപഞ്ചം, അത് മനോഹരമായ ഈണത്തിൽ അവർ പാടും. പക്ഷിപ്പാട്ടും കുറത്തിപ്പാട്ടുമാണ് ഉമ്മുമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം. ഒഴിവു സമയങ്ങളിൽ കുട്ടികൾ എല്ലാം കൂടി ഉമ്മുമ്മയുടെ അരികിലെത്തും. മുതിർന്നവരും അവരുടെ പാട്ട് കേൾക്കാൻ ഒത്തുകൂടും. ഒരു പക്ഷിയും തന്റെ ഇണയും തമ്മിലുള്ള രസകരമായ പിണക്കത്തിന്റെ കഥയാണ് പക്ഷിപ്പാട്ട്. ഇതിലെ അത്ഭുതം നിറഞ്ഞ കാഴ്ചകളാണ് ഇഷാദിനെ പാട്ടിൽ ലയിപ്പിച്ചത്. നിറഞ്ഞ വർണ്ണനകൾ ഉമ്മുമ്മ താളത്തിൽ പാടി തിമർക്കും. തന്നാലെ കൊത്തുന്ന വാനുണ്ട കോട്ടയിൽ തന്നാലിരിക്കുന്ന ദണ്ടുണ്ട കോട്ടയിൽ തന്നാലെ കത്തുന്ന തീയുണ്ട കോട്ടയിൽ തന്നാലെ നീക്കും ബഹറുണ്ട കോട്ടയിൽ. ഇങ്ങനെ നീണ്ടുപോകുന്ന അത്ഭുത ദൃശ്യങ്ങളിൽ മനസ്സിൽ പുതിയൊരു ലോകം തീർന്നു. കുറത്തിപ്പാട്ടിൽ മാലാഖ കുറത്തി വേഷത്തിൽ വന്ന് നടഗാനങ്ങളും സംസാര ശൈലികളും എല്ലാം ഉമ്മ ഓരോ താളത്തിൽ പാടിയാടുമ്പോൾ ഇർഷാദ് അറിയാതെ താളം ചവിട്ടും. പലപ്പോഴും അവരുടെ പാട്ട് അലയടി ഉയർത്തും. വളർന്നു വരുന്നോറും തന്റെ ചിന്തകളുടെ വാതായനങ്ങൾ വീണ്ടും വീണ്ടും പുതുവഴികൾ തേടി. അധികവും പ്രേത സിനിമകൾ കാണാനാണ് ഇഷ്ടം. അതുപോലെ സിനിമാ പ്രസിദ്ധീകരണങ്ങളിലെ രസകരമായ ചില മത്സരങ്ങൾ ശ്രദ്ധിക്കും. നായിക നായകന്മാരുടെ ചുണ്ടുകളും കണ്ണുകളും ഇടകലർത്തി ചിത്രങ്ങൾ വരും. ഇതിൽ ഷീല, ജയഭാരതി, ശാരദ അങ്ങനെ പലരും. അവരുടെ കണ്ണുകൾ ശരിയായ മത്സരങ്ങളിൽ കൂടിയാണ് പതുക്കെ ചിത്രവരയിലേക്ക് എത്തിച്ചേർന്നത്.
ആരുടെയെങ്കിലും കണ്ണുകളോ ചുണ്ടുകളോ മനസ്സിൽ പതിഞ്ഞാൽ അല്പസമയം കൊണ്ട് അവരുടെ രൂപം ശരിക്കും തെളിഞ്ഞു വരും. അത് പിന്നെ അത്ഭുതം വിടർത്തും. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തുന്നവരുടെ വേഷങ്ങളും ഭാവങ്ങളും നിറങ്ങളും എല്ലാം പിന്നീടുള്ള ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്നു. കണക്കിലെ സമർത്ഥത കൊണ്ടാണ് മാനേജരുടെ ഇഷ്ടപ്പെട്ടവനായി തീർന്നത്. ശമ്പളത്തിൽ മാത്രമല്ല, കമ്പനിയിൽ തന്നെ പ്രത്യേക സ്ഥാനം അതുവഴി പിടിച്ചു. ഇത് കുറെ ശത്രുക്കളെയും ഉണ്ടാക്കി. അവസരം കിട്ടുമ്പോൾ എല്ലാം ഇർഷാദിന് നേരെ പരാതികളും അപവാദ പ്രചരണവും നടന്നു. യമൻകാരൻ വലിയ തലവേദനകൾ സൃഷ്ടിയായി ചെയ്ത് മാനേജരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുമ്പോൾ എല്ലാവരുടെയും പക കൂടി വന്നു. അങ്ങനെ ഒരു അവസരത്തിലാണ് ഈജിപ്ഷ്യൻ യുവതി നൗല ഫാത്തിമ ജോലിക്കെത്തുന്നത്. കണ്ണും മുൻകൈയും മാത്രം പ്രദർശിപ്പിക്കുന്ന വേഷം. പുതുതായി ജോലിയിൽ എത്തിയത് കൊണ്ട് ദിവസവും പല സംശയങ്ങളുമായി അവൾ ഇർഷാദിനരികിലെത്തും. അവളുടെ തിളങ്ങുന്ന കണ്ണുകളും മൈലാഞ്ചി ചിത്രം വരച്ച നീണ്ട വിരലുകളുടെ ഉള്ള കയ്യും മനസ്സിൽ പുതിയ ചിത്രങ്ങളായി വളർന്നു. ദിവസങ്ങൾ കഴിയുന്തോറും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നൗല ഫാത്തിമയുടെ മുഖം ഭാവനയിൽ വരച്ചു നോക്കൂ. ഒരു ദിവസം ഏതോ ആവശ്യത്തിന് ഇർഷാദിന്റെ കമ്പ്യൂട്ടർ കൂടെ ജോലി ചെയ്യുന്ന അറബ് യുവാവ് ഉപയോഗിക്കാൻ ഇടയായി. അയാൾ കുറേ സമയം ഓരോന്നും സെർച്ച് ചെയ്തു. പെട്ടെന്നാണ് നൗല ഫാത്തിമയുടെ ചിത്രം അയാൾ കാണുന്നത്. അയാളിൽ അത്ഭുതവും ദേഷ്യവും ഉയർന്നു. ബഹളം തുടങ്ങി. ഓഫീസിലെ മറ്റു ജോലിക്കാരും നൗല ഫാത്തിമയും എല്ലാം ചുറ്റും കൂടി. ഇർഷാദ് പലതും പറഞ്ഞു നോക്കിയെങ്കിലും പ്രശ്നം ഗൗരവത്തിലായി. പരാതി മാനേജരുടെ അടുത്തുമെത്തി. മാനേജർ ഓരോ ചിത്രങ്ങളും പരിശോധിച്ചു. കാര്യം ശരിയാണ്. അന്യയായ ഒരു പെൺകുട്ടിയുടെ ചിത്രങ്ങൾ പല വിധത്തിലാണ് വരച്ചിരിക്കുന്നത്. അതും കമ്പനിയുടെ കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള കമ്പ്യൂട്ടറിൽ. നൗല ഫാത്തിമയെ വിളിച്ച് മാനേജർ പോലീസിൽ അറിയിക്കും. മാനേജർ കഴിയുന്നതും പറഞ്ഞു നോക്കി. പക്ഷേ ഒരു വിട്ടുവീഴ്ചയ്ക്കും അയാൾ തയ്യാറല്ല. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്. പോലീസിൽ ഉയർന്ന ഉദ്യോഗമുള്ള ബാപ്പയുടെ പേര് പറഞ്ഞാണ് അയാൾ കൂടുതൽ ബഹളം വെക്കുന്നത്. ഇർഷാദിനെ വിളിച്ച് മാനേജർ വിശദമായി ചോദ്യം ചെയ്തു. ഒരു തെറ്റും ചെയ്തിട്ടുമില്ല. ചിത്രങ്ങൾ തന്റെ ജന്മസിദ്ധിയാണ്. അത് പലതും വരക്കാറുണ്ട്. അതും ഇങ്ങനെ മാത്രമാണ്. മറ്റൊരു ചിന്തകളും ഇതിനു പിന്നിലില്ല. ഇർഷാദിന്റെ കണ്ണുകൾ നിറഞ്ഞു. മാനേജർ നിസ്സഹായതയോടെ പറഞ്ഞു, പ്രശ്നം പോലീസിലെത്തിയാൽ പിന്നെ രക്ഷപ്പെടാൻ വീണ്ടും മറ്റൊരു കമ്പനിയിൽ വരാൻ പറ്റൂ. കേസും ജയിലുമായാൽ തിരിച്ചു വരാൻ പറ്റില്ല. ഉത്തരമൊന്നും പറയാൻ കഴിയാതെ ഇർഷാദ് മിഴിച്ചു നിന്നു. നൗല ഫാത്തിമ തന്റെ മുഖമക്കന മാറ്റി അവന് മുന്നിൽ നിന്നു. അത്ഭുതമിഴിയോടെ ഇർഷാദ് നോക്കി. തന്റെ ചിത്രത്തിന് ജീവൻ വച്ചിരിക്കുന്നു. മനസ്സിൽ കടലിരമ്പി. ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ. കഥ ഇവിടെ പൂർണ്ണമാകുന്നു. വായിച്ച കഥ ഞാൻ വീണ്ടും ഓർത്തെടുക്കുന്നത് ഇബ്രാഹിം എന്ന കഥാകാരൻ കാസർഗോഡിൻ്റെ നമ്മുടെയൊക്കെ മനസ്സിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുവാനാണ്. ഇബ്രാഹിം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടില്ല. ഇബ്രാഹിമിന് ഏറ്റവും നന്നായിട്ട് വഴങ്ങുന്ന സാഹിത്യ ശാഖ കഥയെഴുത്താണ് എന്നാണ്. എനിക്ക് പ്രവാസ എഴുത്തുകൾ പോലും ഇതിനെ വലുതായിട്ടൊന്നും എൻ്റെ മനസ്സിൽ സ്പർശിച്ചിട്ടില്ല. പക്ഷേ ഇബ്രാഹിമിൻ്റെ കഥകൾ മനോഹരമായിരുന്നു. നോവലിനേക്കാൾ ഇബ്രാഹിമിന് വഴങ്ങിയിരുന്നത് കഥയാണ്. ഇബ്രാഹിം എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലും ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതൊക്കെ വിശദീകരിക്കുക എന്നുള്ളത് ഇന്ന് ഇപ്പോൾ സാധ്യമല്ല. എന്നാലും കാസർഗോഡിൻ്റെ സാംസ്കാരിക സാഹിത്യ രംഗത്ത് എല്ലാ വേദികളിലും ഒരു നിറ സാന്നിധ്യമായിരുന്നു ഇബ്രാഹിം. ഇവിടെ കുട്ടിയാനും അദ്ദേഹത്തെ സ്നേഹത്തോടെ നിഴൽ പോലെ പിന്തുടർന്ന ഒരു വ്യക്തിയായിരുന്നു. ഇബ്രാഹിമിൻ്റെ ഓർമ്മകൾ മരിക്കുന്നില്ല. തീർച്ചയായും നമ്മുടെയൊക്കെ മനസ്സിൽ
ശുഭ്ര വസ്ത്രധാരിയായി മുഖത്തിൽ സദാസമയം പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് നമ്മയൊക്കെ സ്നേഹത്തിൽ മനസ്സുകൊണ്ട് ആശ്ലേഷിക്കുന്ന ഇബ്രാഹിം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. കാസർഗോഡിൻ്റെ ഗ്രാമങ്ങളിൽ നിന്ന് ഇത്രയും ഇബ്രാഹിമ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ചെർക്കള പോലുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് സാഹിത്യ സംബന്ധമായ പരിമിതമായ കഴിവുകൾ പുറത്തെടുക്കാൻ സാഹചര്യമുള്ള ഒരു ഗ്രാമങ്ങൾ കുറിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യ ജീവിതം ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറെക്കുറെ ആ സ്വഭാവം തന്നെയാണ് എഴുത്തിൽ പ്രതിഫലിച്ചു കഴിഞ്ഞിരുന്നത്. നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ ഗഹനമായ ഒരു തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പോകാതിരുന്നതിന് കാരണം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് ലാളിത്യവും പ്രത്യേകതകളും തന്നെയാവുന്നു. അതേക്കുറിച്ച് ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിനൊരു വായന സമൂഹം അദ്ദേഹത്തിന് മുമ്പിൽ എന്തായാലും ഉണ്ടാകും. അവർക്ക് വേണ്ടി എഴുതുമ്പോൾ അവർക്ക് കൂടി വായിച്ച് ഗ്രഹിക്കാവുന്ന രീതിയിൽ ബോധ്യപ്പെടുന്ന രീതിയിൽ വേണമല്ലോ. ഓർമ്മകൾ ഇവിടെ നിറയുകയാണ്. അദ്ദേഹം മരണപ്പെട്ടിട്ട് 2 വർഷമായി എന്ന് എന്തുകൊണ്ടോ വിശ്വസിക്കാനാവുന്നില്ല. നിത്യേനോളം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാറുണ്ട്. വരുമ്പോഴൊക്കെ ഇബ്രാഹിമിൻ്റെ സാന്നിധ്യം ഞാൻ അവിടെ പ്രതീക്ഷിക്കാറുണ്ട്. വളരെ നിശബ്ദനായി സൗമ്യനായി അങ്ങനെ ഇരിക്കുന്ന ഇബ്രാഹിം ചെർക്കളയിലും കാസർഗോഡും ഒക്കെ വളരെ പതുക്കെ നടന്നു പോകുന്ന ഇബ്രാഹിം ചെർക്കള. അപ്പൊ അദ്ദേഹം തിരുവനന്തപുരത്തിലെ വിവേകാനന്ദ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തെ അറിയാം. നേരത്തെ ബാലകൃഷ്ണൻ മാഷി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പിതാവ് ചെർക്കളയിലെ റേഷൻ കടയിൽ കാഷ്യറായി അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അദ്ദേഹമാണ് തന്റെ പിതാവ് എന്ന് ഒരിക്കൽ ഇബ്രാഹിം ചെർക്കള പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. നന്നാക്കാനുള്ള ജോലി കൂടി എനിക്ക് ചെയ്യേണ്ടി വന്നു. അതിൻ്റെയൊക്കെ ഒരു പ്രത്യുപകാരം എന്നുള്ള നിലയിൽ ഒരു തവണ അദ്ദേഹം ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ എനിക്കൊരു വില കൂടിയ പേന അദ്ദേഹം സമ്മാനിക്കുകയുണ്ടായി. കോഫി ഹൗസിൽ നിന്ന് ചായ കുടിക്കുകയും ഓക്കെ അങ്ങനെ വളരെ എന്താ പറയുന്നത് വളരെ ആർദ്രമായ വളരെ സ്നേഹമസൃണമായ ഓർമ്മകളാണ് ഇബ്രാഹിം ചെർക്കളയെ കുറിച്ച് എനിക്കുള്ളത്. ഒടുവിൽ ഡൽഹിയിൽ നിന്ന് താജ്മഹലിന്റെ പശ്ചാത്തലത്തിൽ എടുത്തൊരു ഫോട്ടോ ഫേസ്ബുക്കിൽ കണ്ടു. പിന്നീട് അവിടുന്ന് 2 ദിവസം കഴിയുമ്പോൾ ആണ് അറിയുന്നത് ഇബ്രാഹിം ചെർക്കള നമ്മളെ വിട്ടുപോയി. ഇബ്രാഹിം ചെർക്കളയുടെ എഴുത്തുകൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം യോഗം പോലെ അല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു അനിവാര്യത കൊണ്ട് എഴുതുകയും എഴുത്തുകാരനെ ആവുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ഇബ്രാഹിം ചെർക്കള. ബഷീർക്ക് എഴുതിയതുപോലെ സാഹചര്യത്തിൻ്റെ ഒരു സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ ഒരു ആവശ്യകത കൊണ്ടോ ഒക്കെ അദ്ദേഹം എഴുത്തിൻ്റെ മേഖലയിലേക്ക് വന്ന ഒരാളാണ്. അങ്ങനെ ധാരാളം എഴുതി 19 പുസ്തകം എഴുതി എന്നിവിടെ പറഞ്ഞു. എങ്കിലും ഈ എഴുത്തുകാരനെ നമ്മുടെ നാട് എത്രമാത്രം മനസ്സിലാക്കി അല്ലെങ്കിൽ അദ്ദേഹത്തെ എത്രമാത്രം ചർച്ച ചെയ്തു, എത്രമാത്രം സ്നേഹിച്ചു എന്നൊക്കെ നമുക്ക് പരിശോധിച്ചു. എഴുത്തുകാരെയും സാഹിത്യകാരന്മാരെയും അരികുവൽക്കരിക്കപ്പെടുന്ന ഒരു സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അതിനൊരു അപവാദമായിട്ട് ഇബ്രാഹിം ചെർക്കളയുടെ പേരിൽ അദ്ദേഹത്തിന് ഒരു സ്മാരകം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ചെർക്കളയിലെങ്കിലും ഒരു ലൈബ്രറി ഉണ്ടാകണമെന്നുള്ള ഒരു വിനീതമായ അഭ്യർത്ഥന മാത്രം ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. 2005
ഞാൻ ഹജ്ജിന് പോയ സമയത്ത് എൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ അവൻ താമസിച്ചിരുന്നു എന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞു. കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ പെട്ടെന്ന് അവൻ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു. ഉടനെ അദ്ദേഹത്തിൻ്റെ റൂമിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി നോക്കുമ്പോൾ വലിയ മേശയിൽ ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് എഴുതിയ കുറിപ്പുകൾ, ഒരുപാട് കടലാസുകൾ, ഇതൊക്കെ അവിടെയും ഹജ്ജിന് പോയ സമയത്തും അദ്ദേഹത്തിന് പണി ഇത് തന്നെയായിരുന്നു, എഴുത്ത്. അങ്ങനെയുള്ള ഇബ്രാഹിമിനാണ് നമുക്ക് എന്നെ വിട്ടുപിരിഞ്ഞ് 22 വർഷം കഴിഞ്ഞിരിക്കുന്നത്. 20ഓളം പുസ്തകങ്ങൾ, 19ഓളം പുസ്തകങ്ങൾ സാമൂഹ്യ മനസ്സാക്ഷിക്ക് സമ്മാനിച്ച ഇബ്രാഹിം ചെർക്കള 2 വർഷമായി നിരന്തരം ആ മനുഷ്യനെ നൊമ്പരപ്പെടുത്തിയപ്പോൾ അവയ്ക്കെതിരെ പ്രതികരിച്ച അവൻ്റെ സർഗചേതനകളാണ് ആ രചനകളെത്രയും. സാധാരണക്കാരുടെ സമസ്ത പാവങ്ങളെ കുറിച്ച് ഇബ്രാഹിം എഴുതി. 25 കൊല്ലത്തെ തൻ്റെ പ്രവാസ ജീവിതം പല രാജ്യങ്ങളിലായി കണ്ടുമുട്ടിയ സിദ്ധന്മാരുടെയും ആദൈവങ്ങളുടെയും പൊയ്മുഖങ്ങൾ വലിച്ചു കീറി കാണിച്ച സിദ്ധപുരയിലെ ആദൈവങ്ങൾ, സ്ത്രീപീഡനങ്ങളുടെ പേരിൽ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പുരുഷ ജീവിതങ്ങളുടെ കഥ പറഞ്ഞ മനുഷ്യ വിലാപങ്ങൾ, പെണ്ണിൻ്റെ കണ്ണീരിൽ കുതിർന്ന ഏത് കള്ളവും സത്യമായി മാറുമെന്നും തൊഴിലാളികളാണെന്നുണ്ടെങ്കിലും മുതലാളിമാരാണെന്നുണ്ടെങ്കിലും കളെയും ഗൾഫും അഭേദ്യമായ ബന്ധമുള്ളതാണ്. ഒരു പ്രവാസി എഴുത്തുകാരനായ ഇബ്രാഹിം ചെർക്കളയുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും അദ്ദേഹത്തിൻ്റെ സർഗാത്മകത ചലിപ്പിച്ചിരുന്നത് ഗൾഫിൽ നിന്നാണ്. അവസാനം നാട്ടിലേക്ക് എത്തി. ഇവിടെ കൃത്യമായി പറഞ്ഞാൽ അവസാനത്തെ 1 വർഷം മുഴുവനും ഒന്നിച്ച് ഒട്ടി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അദ്ദേഹം വിട്ടുപിരിഞ്ഞതിൽ അതിയായ ദുഃഖവും എനിക്കുണ്ട്. അദ്ദേഹം അവസാനമായി എഴുതി വെച്ച കാസർഗോഡിൻ്റെ ചരിത്രവേദികളിലൂടെ എന്ന പുസ്തകത്തിന് അദ്ദേഹത്തിന് പുറത്തിറക്കാൻ പറ്റാതായ ഒരു സന്ദർഭത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒന്നിച്ച് നടന്ന് തയ്യാറാക്കിയ, പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്സാഹം നടത്തിയ ഒരാൾ എന്ന നിലയിൽ അത് പുറത്തിറക്കുന്നതിന് വേണ്ടി സഹപ്രവർത്തകർക്കൊപ്പം പുറത്തിറക്കാൻ സാധിച്ചു. നമ്മുടെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ സഹായിച്ചു, ഇവിടെയുള്ളവർ സഹായിച്ചു, കാസർഗോഡിൻ്റെ വലിയ പൗരാവലി സഹായിച്ചു. അങ്ങനെ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച്, കോൺഫറൻസ് ഹാളിൽ വെച്ച് അത് പുറത്തിറക്കാൻ സാധിച്ചു. ആ വലിയ മനുഷ്യൻ്റെ മുന്നിൽ പ്രാർത്ഥനകൾ മാത്രം. അള്ളാഹു പരലോകം വിജയപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഈ പരിപാടി സംഘടിപ്പിച്ച സംസ്കൃതി കാസർഗോഡ് റൈറ്റേഴ്സ് ഫോറം എന്നീ സംഘടനകൾക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു. ഒരു സുദീർഘമായ പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ല. ഇബ്രാഹിംചാനെ സംബന്ധിച്ചിടത്തോളം 1988 തൊട്ടുള്ള ബന്ധങ്ങളായിരുന്നു. അദ്ദേഹം ഗൾഫിൽ പോയിക്കൊണ്ടിരുന്ന സമയത്തും കാസർഗോഡ് വന്നാൽ കുട്ടിയാനത്തിൻ്റെ ഒന്നിച്ച് ഓഫീസിൽ വരുമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നാടിനെ കുറിച്ചും മറ്റും ചർച്ച ചെയ്യും. തമാശകളായിരിക്കും കൂടുതലും പറയാറുള്ളത്. അപ്പോൾ കാസർഗോഡുള്ള എഴുത്തുകാർക്കും മറ്റുമായി ഒരു പ്ലാറ്റ്ഫോം വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞങ്ങളെല്ലാവരും കൂടി സർഗവേദി എന്നുള്ള ഒരു സാംസ്കാരിക സംഘടന 1990 വെച്ച് രൂപീകരിക്കുകയും കാസർഗോഡ് ചിന്മയ മിഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് മുതൽ കാസർഗോട്ടെ എഴുത്തുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ ഇടയ്ക്കിടെ ഒരു ബുള്ളറ്റിൻ പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നു. കാസർഗോട്ടെ പ്രധാന എഴുത്തുകാരായ എസ് മുഹമ്മദ് കുഞ്ഞി, കുറ്റ്യാനം, ഇബ്രാഹിം ചെർക്കള, രവീന്ദ്രൻ പാടി തുടങ്ങിയ എഴുത്തുകാരുടെ ലേഖനങ്ങളും നോവലുകളും ഇങ്ങനെ അതിൽ പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നു. കൂടുതൽ ആ സംഘടനയെ കൊണ്ടുപോകാൻ സാധിച്ചില്ല. കാരണം കാസർഗോഡിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഏതൊരു സംഘടന
88, 85, 86 കാലഘട്ടങ്ങളിൽ കാസർഗോഡ് ഏറ്റവും നല്ലൊരു സാംസ്കാരിക സംഘടനയായ സ്കിന്നേഴ്സിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാംസ്കാരിക നായകർക്ക് വേണ്ടുന്ന ആ പരിഗണന നൽകാൻ പറ്റുന്നില്ല എന്ന്, പ്രത്യേകിച്ചും കേരളക്കാരുടെ നല്ല, അതാണ് ഏറ്റവും വലിയ നമ്മുടെ സാഹിത്യകാരന്മാരുടെ ഇടയിലുള്ളതും കലാകാരന്മാരുടെ ഇടയിലുള്ളതും അത് തന്നെയാണ്. എല്ലാവർക്കും ഞാൻ വലുത് എന്നുള്ള ഒരു തോന്നൽ മാത്രമാണ്. മറ്റൊരാളെ അംഗീകരിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. ഞാൻ പറയേണ്ട കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ രവീന്ദ്രൻ പാടി സൂചിപ്പിച്ചു കഴിഞ്ഞു. കാരണം നമ്മുടെ കാസർഗോഡ് ഒരുപാട് കലാകാരന്മാർ അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ നമ്മൾ വിട്ടുപിരിഞ്ഞു. അവർക്ക് വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്ന് നമ്മൾ പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കർണാടക ഗവൺമെൻറ്റാണ് അത്രയും ആ പണം അനുവദിച്ച് അത് ഉണ്ടാക്കി കൊടുത്ത അഭിമാനം തോന്നുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ നമ്മുടെ കാസർഗോഡുള്ള മറ്റൊരു സാഹിത്യകാരന്മാർക്കും അതൊന്നും ചെയ്യാനോ അതൊന്നും വാങ്ങിച്ചു കൊടുക്കാനോ ഇവിടുത്തെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മൾക്ക് ഇബ്രാഹിം ചാനലുള്ള പേരിൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിലോ മറ്റോ ഒരു ലൈബ്രറിക്കുള്ള ഒരു പേരെങ്കിലും ഇടാനുള്ള ഒരു, നമ്മൾ എല്ലാവരും കൂട്ടമായിരുന്ന് ചിന്തിച്ചുകൊണ്ട് അത് ഒന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾക്ക് ആ പേരെങ്കിലും ഇന്നും നിലനിൽക്കണം. ഇബ്രാഹിച്ച മരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും 2ാം വാർഷികം ആഘോഷിക്കുന്നുണ്ട് എങ്കിലും ഒരിക്കലും എൻ്റെ മനസ്സിൽ ഇബ്രാഹിച്ച മരിച്ചതായിട്ട് തോന്നുന്നില്ല. കാരണം ഞങ്ങൾ ഇന്നലെയും കാരണം ഇബ്രാഹിച്ചാനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. കാരണം ഇബ്രാഹിച്ച നല്ല എഴുത്തുകാരനാണ്. പക്ഷേ ഇബ്രാഹിച്ചക്ക് മലയാളത്തിലുള്ള ഒരു എഴുത്ത് അത്ര സുഖകരമായി ഓഫീസിലിരുന്ന് ഒരുപാട് ഇത് എഴുതിക്കുമായിരുന്നു. പിന്നീട് ഇത് എന്തോ നമ്മുടെ മാസ്റ്റർ മൈൻഡിലെ രതീഷ് വന്നതിന് ശേഷം പുള്ളി ആ കാര്യം കൂടി നന്നായി ടൈപ്പ് ചെയ്യുന്നത് കൊണ്ട് പുള്ളിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ പുള്ളി പിന്നെ അവിടെ നിന്നാണ് എല്ലാ പുസ്തകത്തിനുള്ളിലും ടൈപ്പിംഗ് എല്ലാം ചെയ്യുന്നത്. രാജേഷിൻ്റെ അടുത്ത് നിന്നായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഇതിനിടയിൽ ഇബ്രാഹിച്ച ഒരു 3-4 വർഷം മുമ്പ് തമിഴ്നാട്ടിൽ പോയിട്ട് എന്തോ ബേക്കറി കച്ചവടം തുടങ്ങുന്ന ആ സമയത്ത് പോലും ഞാൻ ഇബ്രാഹിച്ചവനോട് ചോദിച്ചതാണ്. നമ്മുടെ ഇബ്രാഹിം ചർക്കള എന്ന വലിയ മനുഷ്യൻ നമുക്കിടയിൽ ജീവിച്ചു മരിച്ചുപോയി. പക്ഷെ ആ യാഥാർത്ഥ്യം ഇന്നും മനസ്സിന് അംഗീകരിക്കാൻ പറ്റാത്തൊരു കഥയാണ്. കാരണം ഞാനും ഇബ്രാഹിം സാഹിബ് തമ്മിൽ ആദ്യം പഠനങ്ങൾ പലപ്പോഴും അപൂർണങ്ങളാണ്. ലോക ചരിത്രങ്ങൾ പരിശോധിച്ചാലും ഇത് കണ്ടെത്താൻ കഴിയും. കാരണം വസ്തുക്കളുടെ ശരിയായ അന്വേഷണങ്ങളുടെ അപര്യാപ്തയും ചരിത്രം രേഖപ്പെടുത്തലുകളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്. ഇന്ന് ചരിത്രം മാറ്റി എഴുതപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സത്യങ്ങൾ പലതവണ വലിച്ചെടുക്കപ്പെടുന്ന പുതിയ കാലത്ത് ശരിയായ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുക എന്നത് ശ്രമകരമാണ്. ഓരോ ദേശത്തെയും മനുഷ്യരെയും അടുത്തറിയാൻ കുറേ കാലം ശേഷം FB ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി ചെറിയ രീതിയിലുള്ള എൻ്റെ എഴുത്തും ചിത്രകഥയും മറ്റും ഇബ്രാഹിം അംഗീകരിച്ചു പലപ്പോഴും എന്നെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇബ്രാഹിം ഇന്നും മരിച്ചുപോയി, നമ്മൾക്കിടയിൽ ഇല്ല എന്ന വസ്തുത മനസ്സിനെ ഇന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇബ്രാഹിം നടന്നത് 2 മുഖമായ ഒറ്റ മനുഷ്യനായിരുന്നു. കാരണം ജീവിതം തന്നെയായിരുന്നു എഴുത്തും, അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്. 5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട 3 ജ്യേഷ്ഠന്മാരെയാണ്. ആ വേദനയിലും ഒരു ജ്യേഷ്ഠനെ ഇത്രയും സങ്കേതത്തോടെ നിങ്ങളെല്ലാവരും പുകത്തുമ്പോൾ ഞങ്ങളത് കണ്ടില്ലെന്ന് കണക്കൂടാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ വന്ന് എല്ലാ തിരക്കും മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾ 2 സഹോദരങ്ങൾ ഇവിടെ എത്തിയത്. ബാക്കിയുള്ളവരെല്ലാം വരണ്ടായിരുന്നു. ഇന്നൊരു പരിപാടി ഉള്ളതുകൊണ്ട്, കുടുംബത്തിലൊരു പരിപാടി ഉള്ളത് കൊണ്ടാണ് ഇവിടെ എത്താൻ പറ്റാത്തത്. അവർക്ക് വേണ്ടി ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. എല്ലാവരെയും ഞങ്ങൾ എത്തേണ്ടതാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവരെയും നിങ്ങൾക്ക് ഒന്നും കൂടി അഭിവാദ്യങ്ങൾ.
മുത്തുകൾ വാരേണം പുസ്തകമെന്നൊരു ചങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി പുസ്തകമെന്നൊരു ചങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി അറിയുക നമ്മൾ ലോകത്തെ വായന എന്നൊരു കർമ്മത്താൽ വായിച്ചങ്ങനെ വളരണം നേടണമെന്നും വിജ്ഞാനം വായിച്ചങ്ങനെ വളരണം നേടണശരനിധിയിൽ ഞാനും നാം അറിവിൻ മുത്തുകൾ വാരേണം പുസ്തകമെന്നൊരു ചങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി പുസ്തകമെന്നൊരു ചങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി അറിയുക നമ്മൾ ലോകത്തെ വായന എന്നൊരു കർമ്മത്താൽ വായിച്ചങ്ങനെ വളരേണം നേടണമെന്നും വിജ്ഞാനം വായിച്ചങ്ങനെ വളരേണം നേടരവിധിയിൽ വിജ്ഞാനം അറിവിൻ മുത്തുകൾ വാരേണം പുസ്തകമെന്നൊരു ചങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി പുസ്തകമെന്നൊരു ചങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി അറിയുക നമ്മൾ ലോകത്തെ വായന എന്നൊരു കർമ്മത്താൽ വായിച്ചങ്ങനെ വളരേണം നേടണമെന്നും വിജ്ഞാനം വായിച്ചങ്ങനെ വളരേണം നേടണമെന്നരനിധിയാൽ നിന്നും നാം അറിവിൻ മുത്തുകൾ വാരേണം പുസ്തകമെന്നൊരു ചങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി പുസ്തകമെന്നൊരു ചങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി അറിയുക നമ്മൾ ലോകത്തെ വായന എന്നൊരു കർമ്മത്താൽ വായിച്ചങ്ങനെ വളരേണം നേടണമെന്നും വിജ്ഞാനം വായിച്ചങ്ങനെ വളരേണം നേടണമെന്നും ശരനിധിയിൽ നിന്നും നാം അറിവിൻ മുത്തുകൾ വാരേണം പുസ്തകമെന്നൊരു ചങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി പുസ്തകമെന്നൊരു ചങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി അറിയുക നമ്മൾ ലോകത്തെ വായന എന്നൊരു കർമ്മത്താൽ വായിച്ചങ്ങനെ വളരേണം നേടണമെന്നും വിജ്ഞാനം വായിച്ചങ്ങനെ വളരേണം നേടണമെന്നും ശരനിധിയിൽ നിന്നും നാം അറിവിൻ മുത്തുകൾ വാരേണം പുസ്തകമെന്നൊരു ചങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി പുസ്തകമെന്നൊരു ചങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി അറിയുക നമ്മൾ ലോകത്തെ വായന എന്നൊരു കർമ്മത്താൽ വായിച്ചങ്ങനെ വളരേണം നേടണമെന്നും വിജ്ഞാനം വായിച്ചങ്ങനെ വളരേണം നേടണമെന്നും ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ
Kerala and Karnataka, the glow of purity. City Gold, gold and diamonds, Kerala and Karnataka. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com.